നമസ്കാരം. എറണാകുളം നോർത്ത് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. വിവിധ നിലയങ്ങളിൽ നിന്നും വന്ന അഗ്നിരക്ഷാ സേന തീ പൂർണ്ണമായും അണച്ചു. കട പൂർണ്ണമായും കത്തിനശിച്ചു. നമ്മുടെ അയൽവക്കത്ത് അന്ന് വിളിച്ചു പറഞ്ഞു, വീട്ടിലെ ആൾ വിളിച്ചു പറഞ്ഞാണ്. ഞാൻ വരുമ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മൂന്ന് മണിക്കായിട്ടുണ്ട് വെളുപ്പിന്. കുറേ നഷ്ടമുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഒരു 3-3:30 ആയപ്പോഴത്തേനും ഇത് കത്തണ കണ്ടു. നമ്മളപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. തൊട്ടപ്പുറത്തൊക്കെ 3 പമ്പുകളുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ലോഡ്ജുണ്ട്. ലോഡ്ജിലൊക്കെ ഫുള്ള് ആൾക്കാരായിരുന്നു. അവരൊക്കെ അപ്പം തന്നെ ഒഴിഞ്ഞു. പിന്നെ എല്ലാവരും സംയുക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇത് ഒരുമാതിരി പഴയ ചെയറൊക്കെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിട്ട് വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. നല്ല സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥാപനമായിരുന്നു. എല്ലാ പാവപ്പെട്ടൊരു മനുഷ്യൻ്റെ ആയിരുന്നു. കംപ്ലീറ്റ് കത്തി നശിച്ചു പോയി. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ട സഹായങ്ങൾ ചെയ്ത് ആ പാവപ്പെട്ടവനെ പുനഃസ്ഥാപിക്കണം എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര സങ്കടമുണ്ട്. ഇത് ഫയർഫോഴ്സൊക്കെ വന്നുകൊണ്ട് വലിയൊരു ദുരിതമാണ് ഒഴിവായി മാറിയത്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തമാണ്. ഭയങ്കര വലിയ രീതിയിലുള്ളൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഏതാണ്ട് ഒരു ഫർണിച്ചർ, ഒരു വീട്ടുപകരണവും ഫർണിച്ചർ, ഓഫീസ് സ്റ്റേഷനറി ഉൾപ്പെടെയുള്ള സാധനങ്ങളുള്ള ഒരു സ്ഥാപനമായിരുന്നു. സെക്കൻഡ് സെയിലും പുതിയതുമായിട്ട് വിൽക്കുന്ന സ്ഥാപനമാണ്. ഇതിന് തൊട്ടരികത്ത് 3 പമ്പുകളാണുള്ളത്. ആ 3 പമ്പുകൾ തൊട്ടരികത്ത് ഒരു വലിയ ബിൽഡിങ്, ഇതെല്ലാം ഉള്ളൊരു സ്ഥാപനമാണ്. വെളുപ്പിന് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടിയാണ് ഇതിൻ്റെ ബാക്കിലെ വീടിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പുറകിലുള്ള ഉടമസ്ഥൻ ഇതിൻ്റെ ഓണറെ വിളിച്ച് പറയുന്നത്. അപ്പോൾ തന്നെ അവരെത്തി. 3:15-3:30 ഫയർഫോഴ്സ് സ്ഥലത്ത് വന്നു. 9 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയത്. എങ്കിലും ഫയർഫോഴ്സ് ഉടനെ തന്നെ തീരുന്നതനുസരിച്ചിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്ന് ഒരു 10-20 യൂണിറ്റ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പോലീസിൻ്റെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ്, പോലീസിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഈ സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായില്ല. അതേസമയം ഫയർഫോഴ്സിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഈ തീ മറ്റു സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കുന്നതിന് അവർ വളരെയധികം സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. അല്ലെങ്കിൽ തൊട്ടരികത്തുള്ള 3 പമ്പ്, ബിൽഡിങ്, ഇതെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമായി പോയി. എറണാകുളം ടൗണിനെ നടുക്കുന്ന ഒരു തീപിടുത്തമാണ് ഇന്നുണ്ടായിട്ടുള്ളത്.